രാജ്യത്ത് വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തിയും നിയമങ്ങൾക്ക് ദയാവധം നൽകിയും തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മൂവാറ്റുപുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിലാണ് വരവേൽപ്പ് നൽകിയത്. LDF നേതാക്കളും പ്രവർത്തകരും ജാഥാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സ്വീകരിച്ചു. കോതമംഗലത്ത് നിന്നെത്തിയ ജാഥയെ മൂവാറ്റുപുഴ എവറസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് LDF നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. മുത്തുകുടകൾ ചൂടിയ വനിതകൾ, ബാൻഡ് സെറ്റ്, വാദ്യമേളങ്ങൾ, കാവടി തുടങ്ങിയവയോടെ ടൗൺ ഹാൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ നഗരത്തിൽ സ്വീകരണ സമ്മേളന നഗറിലേക്ക് പ്രകടനമായി എത്തി. പൊതുസമ്മേളന വേദിയിൽ ക്യാപ്റ്റൻ ജോസ് കെ മാണിയെയും ജാഥാംഗങ്ങളെയും LDF നേതാക്കൾ ഷാൾ അണിയിച്ചും ഉപഹാരം നൽകിയും സ്വീകരിച്ചു. ഗോപി കോട്ടവർക്കർ ശൈലജ ടീച്ചർ സ്വീകരിക്കും. PK ബിജുവിനെ MR പ്രഭാകരൻ സ്വീകരിക്കും. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തിയും നിയമങ്ങൾക്ക് ദയാവധം നൽകിയും തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ വർഗീയ കലാപം പറയുമ്പോൾ നമ്മളതിന് നിസ്സാരമായി കാണരുത്. ഇവിടെ അതിനെല്ലാം ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും തലപൊക്കിയാൽ അടിച്ചമർത്തുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കേരള സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോകുന്നത്. നമുക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. പല നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പല നേട്ടങ്ങൾ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു. CPM-ഉം കോൺഗ്രസ് പാർട്ടിയും UPA-യുടെ സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ എത്രയോ നിയമങ്ങൾ കൊണ്ടുവന്നു. വിവരാവകാശ നിയമം, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, പഠിക്കാനുള്ള അവകാശം, അങ്ങനെ നിരവധി 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 നമുക്ക് പദ്ധതികൾ, ഫുഡ് സേഫ്റ്റി ആക്ട്, ഇതൊക്കെ കൊണ്ടുവന്നത് പതുക്കെ പതുക്കെ അതിനൊരു ദയാവധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞില്ലേ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എൻ്റെ രൂപവും ഭാവവും മാറ്റി ഗാന്ധിജി എന്നുള്ളൊരു പേര് എടുത്തു മാറ്റുന്നു. അതിൻ്റെ എല്ലാ തരത്തിലും അതിന് ലഭിക്കുന്ന ഗുണഭോക്താക്കളെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്. അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വയുടെ ഒരു മുസ്ലിം യുവാവിനെ ഗൺ പോയിന്റിൽ നിർത്തി വെടിവെക്കുന്ന നിർമ്മിത ബുദ്ധി വീഡിയോ വർഗീയത ഇളക്കിവിടുന്നതിനുള്ള ആഹ്വാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടുത്ത ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. എന്താണ്? ആസാം മുഖ്യമന്ത്രി പോയിന്റ് ബ്ലാങ്ക് ആയിട്ടൊരു തോക്ക് പിടിച്ച ഒരു മുസ്ലിം യുവാവിന് നേരെ വെടിവെക്കുന്നു. ആസാം മുഖ്യമന്ത്രി BJP-യുടെ നേതാവ്, ഭരണഘടനാപരമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഒരു മുസ്ലിം യുവാവിന് നേരെ
പോയിന്റ് ബ്ലാങ്കിൽ ഒരു തോക്ക് പിടിച്ച് വെടിവെക്കുന്ന ഒരു ദൃശ്യം, അത് അവരുടെ BJPയുടെ ഫോർമലായിട്ട് ഹാൻഡ്ലിംഗ് ചാനലിൽ കൂടെ പുറത്തു വന്നിരിക്കുന്നു. ഇത് ഒരു AI പ്രൊഡ്യൂസ് ചെയ്തതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഇതിൽ കൂടെ പുറത്തേക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ? പക്ഷെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇതിനെതിരെ പ്രധാനമന്ത്രി പ്രതികരിക്കും എന്ന് തോർത്തു. പക്ഷെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കലാപത്തിലേക്ക് ആ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുവാൻ, വർഗീയ കലാപം രൂപപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ്, വംശഹത്യ അവിടെ നടത്തുവാൻ വേണ്ടി തന്നെയാണ്. സ്വീകരണ സമ്മേളനത്തിൽ CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, ജാഥാംഗങ്ങളായ KK ശൈലജ, PP സുനീർ, ഡോക്ടർ വർഗീസ് ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രതിഭകളായ വിശിഷ്ട വ്യക്തികളെ ജാഥ ക്യാപ്റ്റൻ ആദരിച്ചു. ആദരിക്കുകയാണ്. പ്രാപിഡ എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 32 വർഷത്തെ തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടം തൊഴിൽ A ഗ്രേഡ് നേടിയ ആരാധ്യ തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ ജാഥയെ അടുത്ത സ്വീകരണ കേന്ദ്രമായ പിറവം ടൗണിലെത്തിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.